ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ, കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി, ചെറുപുഴ. സുന്ദര, ആരോ വന്നിട്ടുണ്ടല്ലോ, നീ നോക്കി. ചേട്ടോ, അച്ഛാ, നമ്മൾ അറിയില്ലാത്തവരാ, ഇവിടെ ഉള്ളവരൊന്നും അല്ല. ഓ, എന്തോ ചില്ലറ വല്ലതും ചോദിക്കാൻ വേണ്ടി വന്നായിരിക്കും. അച്ഛൻ്റെ കയ്യിലുള്ള കാശ് എന്തിനാ കൊടുക്കുന്നത്? നമ്മൾ അറിയൊന്നും ഇല്ലെന്നേ. എന്നാ തുറക്കണ്ടല്ലേ? വേണ്ട. അച്ഛനോടില്ലേ? ചേട്ടൻ ഇപ്പം ടൗണിൽ പോയതാണല്ലോ. എപ്പോൾ വരുന്നല്ലോ അറിയോ? ഒരു 2 മണിക്കൂറിനുള്ളിൽ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ചേട്ടൻ എവിടുന്നാ വരുന്നത്? ഞാനേ അച്ഛനൊന്ന് കാണാൻ വന്നാണേ. അതല്ലേ, എന്നാ പെട്ടെന്ന്? അല്ല, എനിക്കൊരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. അതെ, ഞാൻ അച്ഛൻ എന്നാലും പറഞ്ഞാൽ മതിയോ? അല്ല, ഞാനേ എനിക്ക് ഇച്ചിരി തിരക്കണം. ഞാൻ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. എത്രയുണ്ട്? ഒരു 50,000 ഉണ്ടായിരുന്നു. ഞാൻ ആ പുള്ളി വരുമ്പം കൊടുത്താൽ മതിയോ? ഞാൻ പുള്ളി പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്. ഓ, അത് ശരി. ഇപ്പോൾ അച്ഛൻ വന്നിട്ട് നിങ്ങൾ പോകുള്ളൂ? ആ. ഓ, ശരി. എനിക്കിപ്പോൾ ഇച്ചിരി ഒരു അർജന്റ്. 2 മണിക്കൂർ താമസം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഈ പൈസ അച്ഛനെന്ന് കൊടുക്കും. ആ, ചേട്ടൻ്റെ പേരെന്നാന്ന് പറഞ്ഞേ? എൻ്റെ പേര് സുരേഷ്. സുരേഷ് തന്നാന്ന് പറഞ്ഞാൽ. പിന്നെ ചേട്ടൻ്റെ എന്നാ പേര് ചേട്ടാ? എൻ്റെ ഷാജി. ഷാജി. ആ നമ്പർ തരാമോ? ആ, പറഞ്ഞു. 90 48 30 15 15 77 77 78. ഓക്കെ, ഷാജി അല്ലേ? ആ, ഓക്കെ. ഞാൻ എന്തായാലും പോവാണേ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ടാവും കേട്ടോ. ഓക്കെ. പിന്നെ അച്ഛൻ സുരേഷ് തന്നു പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ആ, സുരേഷ് അല്ലേ? സുരേഷ്, നീ ആ പൈസ കൊടുത്തരാന്ന് പറഞ്ഞിട്ട് അതില്ലല്ലോ. എപ്പോ? ആ, ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ, ഷാജി. ആ, എന്നിട്ടോ? ഷാജിയുടെ കയ്യിലോ? എന്റെ സുരേഷേ, നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഇത്ര വലിയ ക്യാഷ് എല്ലാം കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ മോശം കേട്ടോ. അതൊക്കെ എനിക്ക് എന്താ പൈസ കിട്ടണം? നീ ഷാജിക്ക് ജിയോ കൊടുത്തോന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്ത് കഷ്ടമായത്. ആ പുറത്തിരിക്കുന്നവന് എന്തെങ്കിലും സമ്മാനം കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ ഇത് 50,000 രൂപ പോയി കിട്ടി. ഹലോ, ആ കോണ്ടാക്ടർ അല്ലേ? കോണ്ടാക്ടർ, ഇവിടം വരെ ഒന്ന് പറഞ്ഞല്ലോ, ഒരു ചെറിയ അക്കിടി പറ്റി എനിക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ അച്ഛൻ അക്കടി പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും പറയാനുണ്ട് കോണ്ടാക്ടറെ, ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പാർട്ടിയാ പുറത്ത് വന്നിരുന്നു. എനിക്കൊരു പരിചയമില്ലാത്ത ആളാന്ന് സുന്ദരൻ പറഞ്ഞു. ഞാൻ കണ്ടുപോലുമില്ല. ഒരു എന്തോ സഹായത്തിനോ എന്തോ വന്നതാണെന്നാ തോന്നുന്നു പറഞ്ഞു. അപ്പൊ സുന്ദരൻ പറഞ്ഞ അത് ഉറക്കം വേണം, ഒന്നും ചെയ്യണ്ട, അച്ഛൻ സമ്പാദിക്കും വന്നായിരിക്കും, അച്ഛൻ അനങ്ങണ്ടെന്ന് പറഞ്ഞു. അയാൾ കുറെ നേരം ബെല്ലടിച്ചിട്ട് ഞാൾ അനങ്ങിയില്ല. ആ സുരേഷ് ഒരു 50,000 രൂപ തരാണ്. അവൻ ഇതും കൊണ്ട് പുറത്ത് വന്നത് ബെല്ലടിച്ചു. അപ്പൊ ഇയാളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് സംസാരിച്ചപ്പം പറഞ്ഞു, അച്ഛൻ പുറത്തെങ്ങാണ്ട് പോയേക്കുന്ന ഇപ്പം വരും, പിന്നെ ഇതും പറഞ്ഞ അയാൾ എവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഈ സുരേഷ് അവന് തിരക്കുണ്ടെന്നും പറഞ്ഞ് ഇയാളുടെ ആ 50,000 രൂപ കൊടുത്തു പോയി. അത് ശരി. ഇപ്പൊ അവനെ ആർക്കും അറിയത്തുമില്ല. എന്റെ 50,000 രൂപ പോയി. എന്റെ അച്ചായ ഈ സുന്ദരന്റെ ഒക്കെ ഉപദേശം തേടിക്കൊണ്ട് ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോ ഇപ്പം ആദ്യത്തെ അബദ്ധമൊന്നും അല്ലല്ലോ ഇത്. അല്ലല്ല, ചെറിയ പൈസ 5-10 ഒരു കാര്യം ഉണ്ടായിരുന്നു അച്ചായനെ, ഒരു കാര്യം ചെയ്യായിരുന്നു, ആരാണെന്നതിലും ഒന്ന് അറിയാനുള്ള ഒരു സംവിധാനം. പിന്നെ സുരേഷ് വന്നപ്പോഴും മറ്റേ ആളാന്ന് വിചാരിച്ചോണ്ടല്ലേ പിന്നെയും ബെല്ലടിച്ചിട്ടും തുറക്കാനേ. ചില്ലറ പൈസ വല്ലതാണോ? ഇനി ഒരു പാർട്ടി വന്നു, ആ സഹായം ആ തേടിയേ, ഇപ്പൊ 10, 100, 500 ചോദിച്ചതാണെങ്കിൽ അച്ചായൻ ഉണ്ടേ കൊടുക്കുക, ഇല്ലേ കൊടുക്കണ്ടെന്ന് വെക്കുക. ആളെ എന്തായാലും അഭിമുഖീകരിക്കുക, കാര്യം മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ആരേലും പറയുന്നത് കേട്ടിട്ട് അത് ആളെ കാണാതിരിക്കുന്നത് കൊണ്ടുണ്ടായ അബദ്ധം 50,000 രൂപ. അപ്പൊ അവനെ എങ്ങനെ കണ്ടുപിടിക്കും? അല്ല, ഇതിനകത്ത് പറ്റിയത് ഇമാതിരിയുള്ള പോഴന്മാരുടെ ഒക്കെ ഉപദേശം കേൾക്കാൻ പോകുന്നത് എന്നെ പറഞ്ഞാൽ മതി. ഈ വാങ്ങിക്കൊണ്ട് പോയ പാർട്ടിയെ കുറിച്ച് വല്ല അഡ്രസ്സും ഉണ്ടോ? എനിക്കറിയത്തില്ല. അവൻ പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ടോ, ശരിയായ നമ്പർ ആണെന്ന് നിർബന്ധമൊന്നുമില്ലോ. അതാണ്, ആരെങ്കിലും തട്ടിപ്പിനാ വന്നിട്ടുള്ളെങ്കിൽ ഒറിജിനൽ നമ്പർ കൊടുക്കുകയല്ല. ഇല്ലേ അച്ചായൻ ഇതിനകത്തുണ്ട്, പറ്റിക്കാനാ തുറക്കാത്തതെന്ന് തോന്നിക്കഴിഞ്ഞാലും അവൻ ശരിയായ നമ്പർ തരണമെന്നില്ലല്ലോ. ഇല്ല, വലിയ അബദ്ധമായി കാണിച്ചത്. അബദ്ധം എന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം എന്ന് പറയാം. ഇനി അത് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. സൈബർ
സെല്ലുമായിട്ട് വല്ല ബന്ധം? സൈബർ സെൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടില്ലല്ലോ. അച്ചായനെ ഫോണിൽ നിന്നല്ലല്ലോ വിളിച്ചത്. ആ, അതെ. കോളിംഗ് ബെല്ലിൽ നിന്ന് ബെല്ലടിച്ചാൽ അത് സൈബർ സെല്ലിന് എങ്ങനെ കണ്ടുപിടുത്താൻ പറ്റും? അയാളുടെ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ അയാളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അയാൾ ഈ പരിസരത്തൂടെ വന്നിട്ടുണ്ടെങ്കിൽ ടവർ ലൊക്കേഷനൊക്കെ വെച്ചിട്ട് ചിലപ്പം തപ്പിയെടുക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ CCTV ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ തൊട്ടടുത്ത വീട്ടിലോ ഈ ഭാഗത്തോ ഈ പറഞ്ഞ സമയത്തിനടുത്ത് പരിചയമില്ലാത്ത ഒരാള് ഇങ്ങോട്ട് വന്നയാള്, അത് സുന്ദരനാണല്ലോ ആളെ കണ്ടത്. അതെ അതെ. സുന്ദരന് ആ മുഖലക്ഷണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒന്ന് അന്വേഷിച്ചാലായി. ഇനി എന്തായാലും ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ഇല്ലെങ്കിൽ ഇല്ല, കൊടുക്കാൻ പറ്റിയാലേ കൊടുക്കാൻ പറ്റിയാല. ആരാണെന്താണെന്ന് അറിയാതെ ഞാൻ തരികയില്ല പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള അബദ്ധം കാണിച്ചാൽ അതിനേക്കാൾ വലിയ സംഭവങ്ങൾ നടക്കും. വേറൊരു പാർട്ടി കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ അടുത്ത നാട്ടിൽ തന്നെയാ, അയലോക്കംകാരൻ സ്ഥലത്തില്ല, ആ കക്ഷി ലണ്ടനിലാണ്. അയാളുടെ അയലോക്കത്തുള്ള വലിയ തേക്ക് മരം ഒരു തടിക്കച്ചവടക്കാരൻ വന്നു തടി കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് 2 ലക്ഷം രൂപയ്ക്ക് തടി കച്ചവടമാക്കി. ആള് സ്ഥലത്തില്ല, പക്ഷെ ഇവനത് മുറിച്ചു വിറ്റു. അവന്റെ മറ്റു ചില സ്വാധീനം ഉപയോഗിച്ച് ആ കേസിൽ നിന്നൊക്കെ നൈസായിട്ട് ഊരി നടപ്പുണ്ടെന്ന് മാത്രം. എന്തെല്ലാം തട്ടിപ്പായി നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ അച്ചായന്റെ പറമ്പിലെ പശുവിനെയോ ഇല്ലെങ്കിൽ പറമ്പിൽ നിൽക്കുന്ന മരവോ ചൂണ്ടിക്കാണിച്ചിട്ട് പൈസ മേടിച്ചോണ്ട് പോകുന്നവരുണ്ടാവും. അതുകൊണ്ട് ആര് എന്താവശ്യത്തിന് കോണ്ടാക്ട് ചെയ്താലും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇല്ലെങ്കിലില്ല ഉണ്ടെങ്കിലുണ്ട് ആ രീതിയിൽ സ്വന്തമായിട്ട് വേണം അത് തീരുമാനം എടുക്കാൻ. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്, എനിക്ക് സുരേഷ് പൈസ തരണം. സുരേഷ് പൈസ തരണം എന്ന് പറഞ്ഞാൽ സുരേഷ് സമയത്ത് ഇവിടെ കൊണ്ടുവന്നല്ലേ പറയുന്നേ. അത് കൊണ്ടുവന്നിട്ട് ബെല്ലടിച്ചല്ലോ, ബെല്ലടിച്ചപ്പോഴും അച്ചായൻ തുറക്കണ്ടേ? അച്ചായൻ സ്ഥലത്തുണ്ടെങ്കിൽ അത് തുറക്കാനും മേടിക്കാനും ബാധ്യതയുണ്ട്. ഇപ്പൊ സുരേഷിന്റെ കുഴപ്പമായിട്ട് പറയാൻ പറ്റുമോ? സമയത്ത് എത്തിക്കണമെന്ന് പറഞ്ഞാൽ സമയത്ത് എത്തിച്ചു, വിളിച്ചു, ബെല്ലടിച്ചു, എന്നിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ തുറക്കുന്നില്ല. അപ്പൊ അതിനിപ്പം സുരേഷിനെയും ഒരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ ചുരുക്കി പറഞ്ഞ എന്റെ 50,000 പോയി ഏകദേശം. ഉറപ്പ് പറയാൻ പറ്റിയല്ല. പിന്നെ സുരേഷിന്റെ മനസാക്ഷി അല്ല പ്രശ്നമുള്ളത്. മേടിച്ചോണ്ട് പോയവന് മനസാക്ഷി ഉണ്ടെങ്കിൽ അവൻ കൊണ്ടു തന്നാൽ അവന്റെ ഒരു ബുദ്ധിമുട്ടോ വിഷമോ കഴിയുമ്പോൾ അത് തന്നേക്കാമെന്ന് വിചാരിച്ചാൽ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. എന്തായാലും സൈബർ സെല്ലിലൊന്നും പരാതി കൊടുക്കാനുള്ള മൊബൈൽ കോണ്ടാക്ട് ഇല്ല ഇതിനകത്ത്. ബാക്കി കാര്യങ്ങൾ അടുത്തുള്ള CCTV വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം. പോലീസിൽ പരാതിപ്പെട്ട എങ്ങനെ കണ്ടുപിടിക്കാൻ? ഒരു തെളിവ് കാണിക്കണ്ടേ? ഇപ്പൊ സുന്ദരൻ കണ്ട രൂപം വെച്ച് വരച്ചിട്ടൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ സുന്ദരനെ ജനലിൽ കൂടെ നോക്കിയോ? അത് അച്ചായനാ നോക്കിയെങ്കിൽ അത് എന്തെങ്കിലും കാര്യം ഉണ്ടായേനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല ഇതിന്റെ അത്. പിന്നെ ആയിക്കോട്ടെ, എങ്ങനെയാലും കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഓക്കെ ഓക്കെ. ഹലോ സുരേഷ്, ഇങ്ങോട്ട് വരാമോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. കേറി വാ. എനിക്ക് സുരേഷ് എന്ത് പണിയാ സുരേഷ കാണിച്ചത്? ഞാനിവിടെ വന്നായിരുന്നു ചായ. അതെ വന്നായിരുന്നു. വന്നിട്ട് എന്നെ കണ്ടില്ലല്ലോ. ഞാനിവിടെ വന്ന് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ശരി, കോളിംഗ് ബെല്ല് അടിച്ചു. ഇതിലെല്ലാം കറങ്ങി, അച്ചായന്റെ ഒരു വിവരവും ഇല്ല. ചിലപ്പോ ഞാൻ ഉച്ചയ്ക്ക് കിടന്നൊന്ന് മയങ്ങി കാണും. ഞാനതിന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബെല്ലും അടിക്കുന്നില്ല, കിട്ടുന്നില്ല. അതെന്താ പറ്റി? എനിക്കറിയില്ല. അന്നാലും സിറ്റൗട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഞാൻ പേര് വെച്ചപ്പോൾ ഷാജി എന്നാന്ന് പറഞ്ഞു, നാട്ടിൽ നിന്ന് വന്നതാന്നൊക്കെ പറഞ്ഞു. അച്ചായൻ ടൗണിൽ പോയി ഇപ്പോൾ വരും, എന്നോട് ഇരിക്കാൻ പറഞ്ഞെന്നൊക്കെയാ പുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അച്ചായന്റെ വല്ല ബന്ധുക്കാരോ സ്വന്തക്കാരോ ഇല്ല ഇരിക്കുന്ന ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു 50,000 രൂപ അച്ചായന് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഞാൻ പുള്ളിനെ ഏൽപ്പിച്ചു. ഞാൻ പോയി. എന്റെ സുരേഷേ, ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ എന്റെ സിറ്റൗട്ടിൽ ഇരുന്ന് ഞാൻ ചായകടയിൽ പോകുന്നു. ഒരു 10,000-5,000 ഒക്കെ ആണ് നമുക്ക് സമാധാനമുണ്ട്. 19,000 രൂപ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ കുറച്ച് ചിന്തിക്കണ്ടേ ഇതൊക്കെ? അയാൾ എന്നോട് പറഞ്ഞല്ലോ ഞാൻ ബന്ധുവാണ്. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു ചായ, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ട് പോയതല്ലേ. അയാൾ വല്ല തട്ടിപ്പുകാരനാണോ നിങ്ങൾക്ക് തന്നെ അറിയാം? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനത് കഴിഞ്ഞിട്ടേ ഇപ്പൊ അങ്ങോട്ട് വരാൻ നേരത്തെ കോൺട്രാക്ടർ വിളിച്ചായിരുന്നു. നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞെന്നറിയോ? അച്ചായന അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അച്ചായന് പുറത്തേക്ക് ഇറങ്ങാൻ ആരെങ്കിലും പിരിവുകാർ വരാമെന്ന് ഓർത്തോണ്ട് അച്ചായൻ മനഃപൂർവ്വം പുറത്തേക്ക് ഇറങ്ങാത്താന്നാ കോൺട്രാക്ടർ പറഞ്ഞു. ഓ, അങ്ങനെയൊന്നും അല്ല എന്റെ സുരേഷേ. ഞാൻ ഉച്ചക്കിടന്ന് ലക്ഷം മയങ്ങിപ്പോയി. എന്താണ് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ 50,000 രൂപ കിട്ടണം. അല്ല അച്ചായന്റെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടെന്നറിയോ? ആ സുന്ദരന്റെ ഉപദേശം കേൾക്കുന്നതാണ് അച്ചായന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതും ഒരു പ്രശ്നമാണ്. സുന്ദരൻ പറയുന്നവര് മാത്രം കാര്യങ്ങൾ നടക്കില്ല. ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്? അച്ചായനോട് ഞാനൊരു സമയം പറഞ്ഞതാണോ? 12 മണിന്ന് പറഞ്ഞോ? 12 മണിക്ക് ഞാൻ സാധനം കൊണ്ട് ഇവിടെ വന്നോ? എന്നാലും അച്ചായൻ പുറത്തിറങ്ങാത്ത എന്റെ കുഴപ്പമാണോ?
സുരേഷ് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ എണീറ്റൊന്നും വരില്ല. അതൊന്നും അല്ല, അച്ചായനോട് സുന്ദരം പറഞ്ഞു ഇപ്പൊ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചായൻ പുറത്തിറങ്ങിയില്ല. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് വിചാരിക്കേ. അപ്പൊ- നമുക്കൊരു കാര്യം ചെയ്യാം. ആ. ഇവനെ കണ്ടുപിടിക്കാൻ എന്തോ മാർഗം നോക്കാം. നോക്കാം. അല്ലാണ്ട് വേറെ എന്താ ചെയ്യാപ്പം? ഞാൻ കോൺട്രാക്ടർ എടുത്തേക്ക് ചെന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ട്, പുള്ളിയാണല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ പുള്ളി അത്യാവശ്യം നമ്മളെ സഹായിക്കുന്ന ആളാണ്. സഹായിക്കുന്നത്. ഞാൻ ഒന്ന് പോയിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. ഞാൻ പൊക്കോട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ, കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി ചെറുപുഴ. ആക്ടിംഗ്, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ക്യാമറ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സോങ് റൈറ്റിംഗ്, മേക്കപ്പ്, സൗണ്ട് റെക്കോർഡിംഗ്, ആങ്കറിംഗ്, ന്യൂസ് റീഡിംഗ്, documentary, art film, short film, location tour. Course duration 3 months. Kerala Icons Media Office, 2nd floor, opposite SBI, bus stand, Cheruppuzha. Phone 9447778901 7012426257.